ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മസാല ഫ്രൂട്ട്സിൻ്റെ ബാക്ക് സ്റ്റോറിയാണ് കേട്ടോ ഈ വീഡിയോ. ഈ ഫ്രണ്ടിൽ നടക്കുന്ന ഗൗരിയാണ് ഞങ്ങളെ ഇത്രയും നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയത്. എൻ്റെ ഓർമ്മയിൽ സ്കൂളിംഗ് ടൈമിൽ എപ്പോഴും ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. പക്ഷെ വഴികളൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് ഓർമ്മയില്ല. വെള്ളം കണ്ടു തുടങ്ങിയപ്പോഴേ താലക്കുട്ടി ഭയങ്കര സന്തോഷത്തിലായിരുന്നേ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു, നല്ല സ്പോട്ടൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ചു. മസാല ഫ്രൂട്ട്സ് ആണ് ഉണ്ടാക്കാൻ വന്നതെങ്കിൽ ഞങ്ങൾ വാഴയില വിട്ടാൻ മറന്നുപോയി. ആ ഏരിയ ഞങ്ങളൊന്ന് തപ്പി നോക്കിയെങ്കിലും ഒരു വാഴയില പോലും കിട്ടിയില്ല. തൽക്കാലം ഈ കാണുന്ന ഇല എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഗൗരിയുടെ കണ്ണിൽ ഇങ്ങനെ ഒരു സാധനം പെട്ടത്. നമ്മുടെ വീഡിയോയ്ക്കും സ്പോട്ടിനും പറ്റിയ സാധനം ആയതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ ചൂസ് ചെയ്തു. ഫ്രൂട്ട്സിൻ്റെ പ്ലാൻ മാത്രമാണ് എനിക്കുണ്ടായിരുന്നതെങ്കിലും ഇവർ ഡാൻസ് പ്രാക്ടീസിന് കൂടി പോകാൻ കണക്കിനാണ് വന്നത്. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത ശേഷമാണ് ഞാൻ അടുത്ത പണി അറിഞ്ഞത്. മസാല ഉണ്ടാക്കാനുള്ള മുളക് പൊടി മാത്രം ഞാൻ എടുത്തില്ല. പിന്നെ ഗൗരിയും നന്ദുവും കൂടി അടുത്തെവിടെയോ പോയി കുറച്ച് മുളക് പൊടി സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടീമിൽ ആൾ കൂടി വന്നിട്ടുണ്ടേ. താലക്കുട്ടി പാട്ടെല്ലാം കേട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടിരിക്കുവാണേ. വാട്ടർമെലനും പൈനാപ്പിളും ഒഴികെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാൻ അത്യാവശ്യം നന്നായി കഴുകിയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. താലക്കുട്ടിയെ ഇടയ്ക്കിടെ വെള്ളത്തിൽ കളിപ്പിക്കും, പിന്നെ എവിടെയെങ്കിലും ഇരുത്തും. അങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞിട്ടിരിക്കുവാണേ. അങ്ങനെ പൈനാപ്പിൾ എങ്ങനെ കട്ട് ചെയ്യുന്നുള്ള മീറ്റിങ്ങിന് ശേഷം ഇത് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഗ്രേപ്സിനെ വെച്ച് ഈ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് ചക്കി. 2 കുട്ടീസിനെയും ജാനി സേഫായി പിടിച്ചിട്ടുണ്ടേ.